ഹായ്, ഞങ്ങൾ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ അവിടെ പോയിട്ട് കാണാം. ബൈ ബൈ, ടാറ്റ കൊടുക്കുക എല്ലാവരും. ഞങ്ങൾ റെഡിയായി നിൽക്കുകയായിരുന്നു. പക്ഷേ ഞങ്ങൾ കട്ട പോസ്റ്റാണ്, ഓട്ടോറിക്ഷ വന്നില്ല, ഞങ്ങൾക്ക് പോവാല്ലേ. അപ്പം ഞങ്ങളിവിടെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇമ്മ അവിടെ നിൽക്കുന്നുണ്ടപ്പോൾ ഞാൻ പോയി നോക്കിയപ്പം ചാമ്പക്ക ഉണ്ടായിരുന്നു ഞങ്ങളുടെ മരത്തുമ്മൽ. പക്ഷേ ചാമ്പക്ക കുറേ ഉണ്ടായിരുന്നു കേട്ടോ, മുട്ട് കുറേ വിരിഞ്ഞായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതാ കണ്ടില്ലേ നിങ്ങൾ, ആകെ 1 2 ഒക്കെ ഉള്ളൂ അയിമൽ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ട് നിൽക്കുകയായിരുന്നു ഞങ്ങൾ. പിന്നെ ഓട്ടോറിക്ഷ വരാത്തതുകൊണ്ട് അങ്ങനെ അതിൻ്റെ ഇതിലിങ്ങനെ നിൽക്കുകയായിരുന്നു. പിന്നെ ലാസ്റ്റ് ഏതായാലും ഓട്ടോറിക്ഷ വന്ന് ഞങ്ങൾ പോന്നു, കുഞ്ഞാമ്മാൻ്റെ കൂടെ എത്തിട്ടോ. ഞങ്ങൾ ഫസ്റ്റ് ചായ കുടിച്ചേ. അപ്പോൾ ഇതാ ഞങ്ങൾ കുഞ്ഞാമ്മാൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. കുഞ്ഞാമ്മാൻ്റെ ചെടികളൊക്കെ കാട്ടിത്തരാം. നല്ല അടിപൊളി ചെടി കുറേ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ കുറേ പോയി, ഇവർക്ക് വീട് പണിയായിരുന്നു. പിന്നെ മോളെ കല്യാണമൊക്കെ ആയതുകൊണ്ട് പോയതാണ്. അപ്പോൾ ചെടികളും പിന്നെ വീട്ടിലുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ കാട്ടിത്തരാം. ഞാനതൊക്കെ എടുത്ത് വന്നപ്പോഴേക്കിനും കുഞ്ഞാമ്മ ഞങ്ങൾക്കില്ലേ ചോറുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞാമ്മ ദമ്മിടായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത്. നല്ല അടിപൊളി കുക്കാട്ടോ കുഞ്ഞാമ്മ, നല്ല അടിപൊളിയിൽ ഉണ്ടാക്കൂട്ടോ കുഞ്ഞാമ്മ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുട്ടികൾ കുറച്ച് നേരം കളിക്കുകയായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വെറുതെ വീഡിയോ എടുത്തതാണ്. അവനക്ക് കുറേ ടോയ്സ് ഉണ്ട്, കുഞ്ഞാമ്മാൻ്റെ മോളെ കുട്ടിക്ക്. അപ്പോൾ എമിനു എന്നാണ് അവൻ്റെ പേര്. അവനക്ക് നല്ല ടോയ്സ് ഉണ്ട്. അപ്പം ആ ടോയ്സും കൊണ്ട് നീനും നീച്ചും എമിനും കൂടി കളിക്കുക കേട്ടോ. അവൻ്റെ ജീപ്പാണ് ആ പുറത്ത് കിടക്കുന്നത്. അവർക്ക് 1ാമത്തെ ബർത്ത്ഡേൻ്റെ അന്ന് വാങ്ങിക്കൊടുത്തതാണ്. അപ്പോൾ നീച്ചൂസിന് അതിന് ചെറുതായിട്ടൊരു കണ്ണുണ്ട് കേട്ടോ, അതിന് കയറാൻ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, ചുമ്മാ പറയില്ല കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇമ്മ വെറും ചോറായിട്ട് തിന്നത്. ഇമ്മക്ക് ചോറ് വേണ്ടായിരുന്നു, ഇമ്മ വെറും ചോറ് തിന്നു കേട്ടോ. മീനോ പാട്ടാടുവോ? ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ മീനെ കളിപ്പിച്ചിരുന്നപ്പോൾ ഹസ്ബൻഡിൻ്റെ ഉമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുടുംബക്കാരോടൊക്കെ പോകണം, നീ ഒരുങ്ങിയിരിക്ക്, ഞങ്ങൾ വരാം കൊണ്ടുപോകാനെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൾ പോവാട്ടോ, അവർ പോവാട്ടോ, വേഗം വരാമെന്നൊക്കെ പറഞ്ഞ് പോവാട്ടോ അവൾ. പിന്നെ അവർ പോയപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് കുറച്ച് പച്ചരി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പൊടിപ്പിക്കാൻ കേട്ടോ. മില്ലിൽ കൊണ്ടുപോയിക്കാണ്ട് പൊടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞാമ്മയും ഞാനും നിച്ചും നീനും കൂടിയും പോവാട്ടോ മില്ലിലേക്ക് പൊടിപ്പിക്കാൻ. അവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കല്ലേ, അപ്പോൾ പോവാലോ വിചാരിച്ചിട്ട് പോവാട്ടോ. അവിടെ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ, ഇമ്മാനെ കൊണ്ടൊന്നും എടുപ്പിക്കണില്ല. പിന്നെ എൻ്റെ അടുത്ത് കുട്ടിൻ്റെ ആയതുകൊണ്ട് എനിക്ക് തന്നതുമില്ല. അപ്പോൾ കുഞ്ഞാമ്മനെ കയറ്റി കൊണ്ടുപോവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ മില്ലിലെത്തി. മില്ലിൽ നിന്ന് ഞങ്ങൾ അവിടുത്തെ കാക്ക നിസ്കരിക്കാൻ പള്ളിക്ക് പോവുകയാണ്. ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ ഇരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളിങ്ങനെ അവിടെ കുറച്ച് നേരം ഇരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് വീഡിയോ എടുത്തതാണ്. ഞാൻ പറഞ്ഞു നല്ല അടിപൊളി മില്ലാണ്, നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെയാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ചെറിയ കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് അവിടെ ഇങ്ങനെ വെറുതെ പോസ്റ്റ് അടിച്ചിരിക്കുക കേട്ടോ. കാക്ക വന്ന് പിന്നെ ഞങ്ങൾ പൊടിച്ചു പോന്നിട്ട് അങ്ങനെ വീട്ടിലെത്തിയിട്ടും മെർഫിയും
എന്താ മോനൊന്നും വന്നില്ല കേട്ടോ. പിന്നെ ഇവർക്ക് ഭയങ്കര ബോറടി. അപ്പോൾ എമിനുവിൻ്റെ ജീപ്പുമ്മലിരുന്ന് കളിക്കാട്ട് രണ്ട് പേർക്കും നല്ല സന്തോഷമായിട്ടുണ്ട്. എന്താ വെച്ചാൽ ഇങ്ങനത്തെ ജീപ്പൊക്കെ ഇങ്ങനെ കളിക്കാൻ കിട്ടുകയല്ലേ. അപ്പോൾ അതുകൊണ്ട് നല്ല അടിപൊളിയിൽ കളിക്കാട്ടോല്. പിന്നെ രാത്രിയിലായി കുഞ്ഞാമ്മ ഇപ്പാക്ക് ഭയങ്കര ഇഷ്ടമാണ് പത്തിരി. അപ്പോൾ പത്തിരി ഞാൻ പരത്തി തരാം, നിങ്ങൾ അവിടെ കൊണ്ടുപോയി ചുട്ടോണ്ടെന്ന് പറഞ്ഞിട്ട് കുഞ്ഞാമ്മ പരത്തി തരാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റ് അടിക്കണം കേട്ടോ.